കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ യോഗത്തിൽ എഡിജിപിക്ക് രൂക്ഷ വിമർശനം. ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി പോലീസ് മേധാവിയെ നോക്കുകുത്തിയാക്കിയെന്ന് വിമർശനം. പോലീസിനുള്ളിൽ പ്രത്യേക കോക്കസ് പ്രവർത്തിക്കുന്നു, ഇഷ്ടക്കാർക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകുന്നുവെന്നും വിമർശനം. ഡിജിപിയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഷിനോജ് ചേരുന്നു. ഷിനോജ്, നമസ്കാരം. ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? യോഗത്തിന്റെ ഒരു അജണ്ട എങ്ങനെയാണ്? എഡിജിപിക്കെതിരെയും രൂക്ഷ വിമർശനം യോഗത്തിൽ ഉണ്ടാവുന്നു. ക്രമസമാധാന ചുമതലയുള്ള ആൾ ഡിജിപിയുടെ പദവിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് നിൽക്കുന്നു, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇത് കുറച്ചധികം കാലമായി കേൾക്കുന്നതാണ്. പക്ഷേ PV അൻവർ MLA രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഈ വിമർശനങ്ങൾ ആരെയൊക്കെയാണ് ബാധിക്കുക? ഏത് തരത്തിലാണ് ഇത് ആഭ്യന്തര വകുപ്പിനെയും സർക്കാരിനെയും പിടിച്ചു കുലുക്കുക? മൊത്തം കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ 2 ദിവസമായി കോട്ടയത്ത് നടന്നു വരികയാണ്. ഈ യോഗത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലാണ് ഇപ്പോൾ എഡിജിപിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് PV അൻവർ MLA കഴിഞ്ഞ ദിവസം രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിനുശേഷം ഉച്ചയ്ക്ക് നടന്ന ചർച്ചയിലാണ് ഈ ഇത്തരത്തിൽ എഡിജിപിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്ന് പറയുന്നത് ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി അതായത് MR അജിത് കുമാർ പോലീസ് മേധാവിയെ നോക്കുകുത്തിയാക്കി എന്ന വിമർശനമാണ് പ്രധാനമായി ഉയരുന്നത്. മാത്രമല്ല പോലീസിനുള്ളിൽ തന്നെ പ്രത്യേക രീതിയിലുള്ള കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കോക്കസ് ആണ് പോലീസ് സംവിധാനത്തെ മുഴുവനായി നിയന്ത്രിക്കുന്നത് തുടങ്ങിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന ചർച്ചയിൽ ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത്. മാത്രമല്ല ബറ്റാലിയനുകളിലെ പോലീസുകാരെ ഉപയോഗിച്ച് സമാന്തര ഇന്റലിജൻസ് സംവിധാനം ഉണ്ടാക്കി പ്രവർത്തിപ്പിക്കുകയാണ് ADGP MR അജിത് കുമാർ എന്ന വിമർശനവും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ഉണ്ടായി. ആനുകൂല്യങ്ങൾ ഇഷ്ടക്കാർക്ക് മാത്രമേ നൽകുന്നുള്ളൂ, മറ്റാർക്കും തന്നെ അതായത് MR അജിത് കുമാറിനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത്, മറ്റുള്ളവർക്ക് തന്നെ ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നില്ല തുടങ്ങിയ വലിയ രീതിയിലുള്ള വിമർശനമാണ് ADGPക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിമാർ സംഘടനാ പ്രവർത്തനത്തെ ഒരു ഘട്ടത്തിലും അംഗീകരിക്കുന്നില്ല. മാത്രമല്ല പുതിയ പോലീസ് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനങ്ങളിൽ പോലും ജനപ്രതിനിധികളെ വിളിക്കുന്നതിൽ പോലീസുകാർക്ക് വളരെ രീതിയിൽ അസൗകര്യക്കുറവുണ്ട്, ഇഷ്ടക്കുറവുണ്ട്. പോലീസിനുള്ളിൽ പ്രത്യേക കോക്കസ് പ്രവർത്തിക്കുമ്പോൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പോലും യാതൊരുവിധ സുരക്ഷയോ സംവിധാനങ്ങളോ ഒന്നും തന്നെ നൽകുന്നില്ല. അത്തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന ചർച്ചയിൽ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നാട്ടകം ഗസ്റ്റ് ഹൗസിലാണ്. ഇവിടെ മുഖ്യമന്ത്രി ഇന്നലെ രാത്രി മുതൽ നാട്ടകം ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് DGP മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി അകത്തേക്ക് കയറിയിട്ടുണ്ട്. മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ളവർ നാട്ടം ഗസ്റ്റ് ഹൗസിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 10 മണിക്കാണ് പോലീസ് അസോസിയേഷൻ സമാപന യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി എന്തെങ്കിലും തരത്തിൽ പ്രതികരണം ഉണ്ടാകുമോ, അതല്ലെങ്കിൽ DGP ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമോ, ADGP MR അജിത് കുമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അദ്ദേഹം എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയങ്ങളിൽ ADGP MR അജിത് കുമാർ എന്ത് പറയും, DGP എന്ത് പറയും, മുഖ്യമന്ത്രി മൗനം വെടിയുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. എന്തായാലും ആഭ്യന്തര വകുപ്പിനെതിരെ തന്നെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇന്ന് 10 മണിക്ക് നടക്കുന്ന പോലീസ് അസോസിയേഷൻ സമാപന യോഗത്തിൽ മുഖ്യമന്ത്രിയോ DGP ADGP ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ഇന്നലെ വൈകിട്ട് നടന്ന ചർച്ചയിൽ രൂക്ഷമായ ഭാഷയിലാണ് ADGPക്കെതിരെ പോലീസ് ഈ അസോസിയേഷൻ നടന്ന ചർച്ചയിൽ വലിയ വിമർശനമാണ് ഇന്നലെ വൈകിട്ട് നടന്ന ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നത്. ശരി, ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്.